സംസ്ഥാനത്ത് ഷിഗല്ല കേസുകളിൽ വൻ വർധന. ഈ വർഷം ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 114 പേർക്കാണ്. കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ 54 പേർക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ പാനീയത്തിൽ ഷിഗല്ലയുടെ സാന്നിധ്യം കണ്ടെത്തി. കുടലിനെ ബാധിക്കുന്ന ഗുരുതരമായ ബാക്ടീരിയ അണുബാധയാണ് ഷിഗല്ല. ഈ വർഷം വിവിധ ജില്ലകളിലായി 114 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജനുവരി മുതൽ ജൂൺ 11 തീയതി വരെയുള്ള കണക്കാണിത്. ഇതുവരെ രോഗബാധ സംശയിക്കുന്നവരുടെ എണ്ണം 80 ആണ്. എന്നാൽ കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിതരുടെ എണ്ണം 54 ആയിരുന്നു. അതായത് ഈ വർഷം രോഗബാധിതരുടെ എണ്ണം വലിയ തോതിൽ ഉയർന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പാനീയത്തിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഷിഗല്ല സാന്നിധ്യം കണ്ടെത്തിയത്. കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിലാണ് ഈ ബേക്കറി പ്രവർത്തിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും ബേക്കറിയിലെത്തി ശീതളപാനീയം വാങ്ങാറുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും തുടർ പരിശോധനകളുമായി മുന്നോട്ടു പോകുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.